ഇന്ന് നമുക്ക് ഇഡ്ലിയുടെയും ദോശയുടെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ഒരു ചമ്മന്തിയുടെ റെസിപ്പി കണ്ടു നോക്കാവേ. നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തി കഴിക്കാനായിട്ട്. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പോളം പൊട്ടുകടല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പോളം ചിരകിയ തേങ്ങ, പിന്നെ ഒരു 3 കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. നല്ല ചമ്മന്തിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. എരിവിന് 1 വറ്റൽമുളക്, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തതും കുറച്ച് ശർക്കരയും ഇതിലേക്ക് വാളംപുളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കുറച്ച് നാരങ്ങാനീരാണ് ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുന്നത്. വാളംപുളിയോ നാരങ്ങാനീരോ ചേർക്കാം, ഇല്ലെങ്കിൽ കുറച്ച് പുളിയുള്ള തൈര് ചേർത്താലും മതി. നന്നായിട്ട് അരച്ച ചമ്മന്തി നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിന് നന്നായിട്ടൊന്ന് കടുക് വറുത്ത് ചേർക്കണം. ഞാനിവിടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പം ഇതിലേക്ക് കടുക്, പിന്നെ ഉഴുന്നുപരിപ്പ്, കരിവേപ്പില, ഇത്രയും മാത്രം ഈ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പം ഇത് നമുക്ക് ഈ ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ സൂപ്പർ ചമ്മന്തിയുടെ കൂടെ കഴിക്കാൻ നമുക്കൊരു അടിപൊളി ദോശയും കൂടെ തയ്യാറാക്കിയെടുക്കാവേ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഞാൻ ദോശയും ചമ്മന്തിയും ഓംലെറ്റും. ഇവിടെ കുട്ടികൾക്കൊക്കെ ഒരു ദോശയുടെ കൂടെ ഓംലെറ്റും കൂടെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ രാവിലെ മിക്ക ദിവസങ്ങളിലും ദോശയുടെ കൂടെ ഒരു ഓംലെറ്റും കൂടെ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ചമ്മന്തിയൊക്കെ റെഡിയാക്കി വെച്ചു. മാവൊക്കെ ഇന്നലെ രാത്രി അരച്ച് വെച്ചിട്ട് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശക്കെല്ലാം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് മൂടി വെച്ച് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ ഇത് തുറന്നിട്ടൊന്ന് മറിച്ചിട്ട് 2 സൈഡും വേവിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി ദോശ റെഡിയായി. ആ ദോശക്കല്ലിലേക്ക് തന്നെ ഞാനിപ്പം മുട്ടയും ഒരിച്ചിരി ചിരകിയ തേങ്ങയും ഒരു സവാളയും പച്ചമുളകും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. എന്നിട്ട് ഇതുപോലെ ഓംലെറ്റ് ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഓംലെറ്റ് നമ്മളൊന്ന് മൂടി വെച്ച് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ അത് നന്നായിട്ടൊന്ന് അടിഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. എന്നിട്ടൊന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഓംലെറ്റ് റെഡിയായി. അപ്പം നമ്മുടെ ചൂട് ദോശയും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയും നല്ല ചൂട് ഓംലേറ്റും, ഇത് നല്ലൊരു സൂപ്പർ കോമ്പിനേഷനാണ്. ദോശയും ഓംലേറ്റും ഈ ചമ്മന്തിയും നല്ല ടേസ്റ്റ്. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.